നമസ്കാരം. ജൂൺ 4-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് വിജയം ഏത് പക്ഷത്തായാലും രാജ്യസഭാ സീറ്റിന് ചർച്ചയായിരിക്കും. പിന്നീട് ചർച്ച ഇപ്പോൾ തന്നെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റിന് പകരം CPM ഇപ്പോൾ വെച്ച് നീട്ടിയിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ്. അത് വേണ്ടെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് മാറും എന്നാണ് അറിയുന്നത്. ഇനി എന്ത് വേണമെന്നും പാർട്ടിയിൽ ആലോചന തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളും ഇടതുമുന്നണിയുടേതാണെങ്കിലും 2 സീറ്റിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. CPI തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ സീറ്റ് അവർക്ക് നഷ്ടപ്പെടാനാണ് സാധ്യത. ലോക്സഭയിലേക്ക് കോട്ടയത്ത് നിന്ന് ചാഴിക്കാടൻ ഒരിക്കലും വിജയിക്കാൻ പോകുന്നുമില്ല. സീറ്റ് എന്തായാലും CPM ഇപ്പോൾ ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കുമെന്നും സൂചനയുണ്ട്. മറ്റ് സ്ഥാനങ്ങൾ നൽകി മാണി ഗ്രൂപ്പിനെ അനുനയിപ്പിച്ച് സീറ്റ് സ്വന്തമാക്കാമെന്നായിരുന്നു CPMൻ്റെ കണക്കുകൂട്ടൽ. ഈ ലക്ഷ്യത്തിലാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വാഗ്ദാനം തട്ടിപ്പാണെന്ന് പാർട്ടിയിലെ പൊതുവികാരം. 2027 ഒഴിവ് വരുന്ന സീറ്റ് നൽകാമെന്ന് പറയുന്നത് മാണി ഗ്രൂപ്പ് വിശ്വസിക്കുന്നില്ല. അപ്പോഴേക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുമെന്നും അന്നത്തെ സാഹചര്യം ഇപ്പോൾ മുൻകൂട്ടി പറയാനാകില്ലെന്നുമാണ് പാർട്ടിയുടെ നിലപാട്. ഇക്കുറി രാജ്യസഭാ സീറ്റിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കണമെന്നാണ് ജോസ് കെ മാണിയുമായി അടുത്ത് നിൽക്കുന്നവരുടെ അഭിപ്രായം. കേന്ദ്രത്തിൽ NDA വീണ്ടും അധികാരത്തിലെത്തില്ലെന്ന് മാണി ഗ്രൂപ്പ് വിലയിരുത്തുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ചാൽ ജോസ് കെ മാണി മന്ത്രിസഭയിൽ അംഗമാകാനാകും. അതാണ് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിന് പിന്നിൽ. രാജ്യസഭാ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ എന്തു വേണമെന്നതിനെക്കുറിച്ച് മാണി ഗ്രൂപ്പിൽ ആലോചന തുടങ്ങിയിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ പാർട്ടിയിൽ ചിലർക്ക് വിയോജിപ്പുണ്ട്. രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം തൽക്കാലം എടുത്തുചാടി കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്നാണ് മാണി ഗ്രൂപ്പിലെ പൊതുവികാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തീരുമാനമെടുക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു. അതേസമയം മാണി ഗ്രൂപ്പിനെ മടക്കിക്കൊണ്ടുവരാനുള്ള ശക്തമായ പരിശ്രമത്തിലാണ് UDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് തിരിച്ചടിയുണ്ടായാൽ ജോസ് കെ മാണി മാറി ചിന്തിക്കാൻ നിർബന്ധിതനാകുമെന്നും UDF കരുതുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി ക്ഷണിക്കേണ്ടതില്ലെന്ന് UDFൽ ധാരണയായിട്ടുണ്ട്.